ഇത് നെവിൻ പ്രമോദ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനെത്തിയ കോട്ടയം മാന്നാനം സെന്റ് എംഫ്രൻസ് HSSലെ +2 വിദ്യാർത്ഥി. നെവിന്റെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാനായതിൻ്റേത് മാത്രമല്ല, തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റേത് കൂടിയാണ്. ഏറെ നാളത്തെ ആഗ്രഹമായ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാനായതിന്റെ സന്തോഷം. നെവിന്റെ സാധാരണ ഒരു പുസ്തക പ്രകാശനമായിരുന്നില്ല, അസാമാന്യ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും നേർസാക്ഷ്യം കൂടിയായിരുന്നു. 2024 സംഭവിച്ച ഗുരുതരമായ വാഹനാപകടത്തിൽ നിന്ന് വെന്റിലേറ്ററിന്റെ സഹായത്താൽ ജീവിതം തിരിച്ചുപിടിച്ച മിടുക്കനാണ് നെവിൻ. പക്ഷേ അപകടം അവനു നൽകിയത് കാതുകളിൽ എപ്പോഴും ഭയപ്പാടുണ്ടാക്കുന്ന മുഴക്കങ്ങളായിരുന്നു. 2024 സെപ്റ്റംബർ മാസം എനിക്കൊരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക്. അപ്പം അത് ഗുരുതരാവസ്ഥയിലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നാൽ വളരെ അത്ഭുതകരമായി ഞാൻ അതിൽ നിന്ന് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചെവിയിൽ നിന്ന് എപ്പോഴും ഈ ചീവീടുകളുടെ ശബ്ദം കേൾക്കുന്ന, എരമ്പൽ ശബ്ദം കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് കേൾക്കേണ്ടി വന്നു. അതിനെ ടിനിറ്റസ് എന്നാണ് ആ അവസ്ഥയ്ക്ക് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ആ ദുഃഖത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ചെറിയ വരികൾ എഴുതുകയും അത് പിന്നീട് ഒരു കവിതയായി മാറുകയും ചെയ്തത്. അങ്ങനെ പല വിഷയത്തിൽ ഇങ്ങനെ പല രീതിയിൽ എഴുതി ചേർത്ത കുറേ കവിതകളാണ്. ഈ 27 കവിതകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. തനിക്ക് ഏറെ പ്രിയപ്പെട്ട വായനാശീലം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും നെവിൻ തളർന്നില്ല. തന്റെ ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ നിരന്തരം പരിശ്രമിച്ചു. വായന നഷ്ടപ്പെട്ട ഇടത്തു നിന്നും എഴുതി തുടങ്ങി. എഴുതി എഴുത്തിന്റെ അവസാനം ഒരു പറ്റം കവിതകൾ പിറന്നു. അവ പുസ്തക രൂപത്തിലാക്കി. തന്റെ വേദനകളെ സർഗാത്മകത കൊണ്ട് തോൽപ്പിച്ച ഈ എഴുത്തുകാരന്റെ പോരാട്ട വീര്യമാണ് സൈലന്റ് വേർഡ്സ് എന്ന കവിതാ സമാഹാരം. വായന ചെറിയ ക്ലാസ് മുതൽ പണ്ട് മുതലേ വായിക്കുമായിരുന്നു. ബാലമാസികകളിലും ഈ ബാലരമ, ബാലഭൂമി അങ്ങനെയുള്ള മാസികകളിൽ തുടങ്ങി അങ്ങനെ ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമായിരുന്നു. സ്കൂളിലെയും വീട്ടിനടുത്തുള്ള ലൈബ്രറികളിലെയൊക്കെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഈ ആക്സിഡൻറ്റിന് ശേഷം ഉണ്ടായിരുന്ന ഈ ശബ്ദത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം എൻ്റെ വായന അങ്ങ് മുടങ്ങിപ്പോയി. അപ്പം അങ്ങനെ വായിക്കുവാനായി മേടിച്ചു വെച്ച കുറച്ച് പുസ്തകങ്ങളൊന്നും വായിക്കാൻ പറ്റാതെയായി. അതൊരു വലിയ ദുഃഖമായി മാറി. ആ ദുഃഖത്തിൽ നിന്നാണ് ശരിക്കും ഈ കവിതകൾ എഴുതുന്നത്. അപ്പം അങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ച് കവിതകൾ എഴുതി. അങ്ങനെ ഞാൻ കവിത എഴുതുന്ന ഒരാളോ കവിയോ ഒന്നുമല്ല. അപ്പം ഇങ്ങനെ ദുഃഖത്തിൽ നിന്ന് എഴുതിയ ചില വരികൾ അത് പിന്നെ ഒരു കവിതയായി മാറുകയാണ് ചെയ്തത്. ആൽഫ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. തന്റെ പുസ്തകം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പുസ്തകോത്സവങ്ങളിൽ ഒന്നിൽ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് നെവിൻ. അതും വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിക്കാൻ സാധിച്ചത് ഇരട്ടി സന്തോഷം നൽകുന്നുവെന്ന് ഈ കുട്ടി എഴുത്തുകാരൻ പറയുന്നു. നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ച വിദ്യാഭ്യാസ മന്ത്രി ആ പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷെ ഒരു വലിയ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നെവിനെ പോലെ 4ഓളം വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ നിയമസഭാ പുസ്തകോത്സവത്തിൽ ഒരുക്കിയ സ്റ്റുഡൻസ് കോർണറിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. വായനയുടെ നവലോകം തേടിയെത്തുന്ന, എഴുത്തിനെ പ്രണയിക്കുന്ന നെവിനെ പോലുള്ള കേരളത്തിന്റെ പുതുതലമുറയുടെ ചിറകിന് ആകാശം നെയ്യുകയാണ് അക്ഷരാർത്ഥത്തിൽ നിയമസഭാ പുസ്തകോത്സവം.